കേറിയിപ്പ് പദ്ധതിയിൽ കണ്ണൂർ സർവകലാശാലയിൽ നടക്കുന്നത് വ്യാപക ക്രമക്കേടെന്ന് പരാതി. സർവകലാശാല പോലും അംഗീകാരം നൽകാത്ത കോഴ്സിൽ വിദ്യാർത്ഥികൾക്ക് വ്യാജ അഡ്മിഷൻ നൽകിയെന്ന് ആരോപണം. വയനാട് WMO ഇമാം ഗസാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് കേറിയിപ്പിന്റെ മറവിൽ ഞെട്ടിക്കുന്ന ക്രമക്കേടുകൾ നടന്നതെന്നാണ് പരാതി. യൂണിവേഴ്സിറ്റിയുടെ പേരിൽ പരീക്ഷ നടത്തി റിസൾട്ടും പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, അങ്ങേയറ്റം ഗുരുതരമായ കാര്യങ്ങളാണ് പുറത്തുവരുന്നത്. ഒന്നാമത്, ഈ കോഴ്സിന് സർവകലാശാല അനുമതി നൽകിയിട്ടില്ല. ആ അനുമതി നൽകാത്ത കോഴ്സിൽ പ്രവേശനം നടത്തുകയും യൂണിവേഴ്സിറ്റി അറിയാതെ പരീക്ഷ നടത്തി ഫലം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? നീലിമ, കേറിയിപ്പ് പദ്ധതിയിൽ കണ്ണൂർ സർവകലാശാലയിൽ നടക്കുന്നത് വ്യാപക ക്രമക്കേടാണെന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. സർവകലാശാല അംഗീകാരം പോലും നൽകാത്ത കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് വ്യാജ അഡ്മിഷൻ നൽകിയെന്ന പരാതിയും ഉയരുന്നുണ്ട്. വയനാട് WMO ഇമാം ഗസാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് കേറിയിപ്പിന്റെ മറവിൽ ഞെട്ടിക്കുന്ന ക്രമക്കേടുകൾ നടന്നതായും പറയപ്പെടുന്നത്. സർവകലാശാല പോലും അറിയാതെ കേറിയിപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ എക്സാം രജിസ്ട്രേഷൻ നടത്തി. കേറിയിപ്പ് വഴി തന്നെ അംഗീകാരമില്ലാത്ത കോഴ്സിന്റെ ഔദ്യോഗിക ഫലം യൂണിവേഴ്സിറ്റി തന്നെ പ്രസിദ്ധീകരിച്ചു എന്നതാണ് ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. കേറിയിപ്പിന്റെ എന്തും നടക്കുമെന്നതിന്റെ ഏറ്റവും വലിയ സൂചന തന്നെയായിട്ടാണ് ഇതിനെ കാണുന്നത്. മാത്രമല്ല, ഈ കേറിയിപ്പിന്റെ പൂർണ്ണമായ നിയന്ത്രണം മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചുള്ള കമ്പനിക്കാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂർ സർവകലാശാലയുടേത് ഉൾപ്പെടെ നിയന്ത്രണം പൂർണ്ണമായും മഹാരാഷ്ട്ര കമ്പനിക്ക് കീഴിലേക്ക് എത്തിപ്പെടുന്നു എന്നൊരു വിമർശനം കൂടി ഉയരുന്നുണ്ട്. എന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കണ്ണൂർ സർവകലാശാലയിലേക്ക് KSUവിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. സർവകലാശാലയ്ക്കുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ഒടുവിൽ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. നീലിമ, ശരി, മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.